അപ്പോൾ അതുകൂടെ ചോദിക്കട്ടെ, അശ്വന്ത് ഗോക്കിനെ പോലുള്ള നിരൂപരെ അംഗീകരിക്കുന്നുണ്ടോ? ഈ നിരൂപണം നല്ലതാണ്, പക്ഷെ ഈ ചില സമയങ്ങളിൽ കുറച്ച് കടന്ന കൈ ആവുന്നുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ട്. ഈ ഇദ്ദേഹം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വളരെ ഷാർപ്പായിട്ട്, ഞാൻ വേറെ ആരുടെയും കാണാറില്ല, അങ്ങനെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ ഷാർപ്പായിട്ട്, അതായത് കൃത്യമായിട്ട് ഇന്ന ഇത്ര ഷോട്ടുണ്ട് അതെല്ലാം അങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് പറയണത്, വെറുതെ കയറി പറയുകയല്ല. പക്ഷെ അത് ചില സമയങ്ങളിൽ കുറച്ച് കൈവിട്ട് പോകാറുണ്ടോ, കൂടുതലാവാറുണ്ടോ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ മൗലികാവകാശമാണ് അദ്ദേഹത്തിന് ചെയ്യണം, അത് ചെയ്യട്ടെ. അപ്പം പലപ്പോഴും നമ്മൾ കൂടുതൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ചില ആൾക്കാർ ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നേരെ നോക്കി ഡയലോഗ് പറഞ്ഞോളാം കേട്ടോ. അശ്വന്ത് ഗോക്കിനെ മനസ്സിൽ ആലോചിച്ചാൽ പറയും, അയ്യോ ശരിയാണ് കേട്ടോ. അത് അത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അശ്വന്ത് ഗോക്ക് അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ അദ്ദേഹത്തിന് സിനിമയിൽ ഇപ്പോൾ പുള്ളിക്കാരനെ അറിയാത്ത ആരുമില്ല, എല്ലാവർക്കും സിനിമയിൽ അറിയാം. അത് ഒരുപക്ഷെ വിവാദങ്ങൾ കൊണ്ടും ആവാം, ചില വിവാദങ്ങളുണ്ടായി, പ്രശ്നങ്ങളുണ്ടായി, അദ്ദേഹത്തിനെതിരെ കേസൊക്കെ വന്നു, അതൊക്കെ അതുകൊണ്ടും ആവാം. അപ്പം നിശ്ചിതമായി വിമർശിക്കുന്നവരും ഉണ്ട്, അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്. അപ്പം ഞാനത് കണ്ടിട്ടൊന്നുമില്ല, പക്ഷേ അയാളുടെ ജോലിയാണ് ചെയ്യട്ടെ. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ സൂക്ഷിക്കുമല്ലോ. അതെ, ഒരു തിരുത്തൽ ശക്തിയായിട്ട് അവിടെ നിൽക്കട്ടെ. തീർച്ചയായിട്ടും.